ഫോണൊന്ന് തരാവോ? അത്യാവശ്യമായിട്ട് ഒരാളെ വിളിക്കാനാ. ഹലോ മോളെ മെഹനെ, ഞാനാ ഭാർഗവ പണിക്കരാ സംസാരിക്കുന്നേ. പണിക്കരങ്ങുന്നേ എവിടെയല്ലേ ഞങ്ങൾ തെരഞ്ഞെന്നറിയോ? ഇത്രയും നാളെ എവിടെ പോയിരിക്കായിരുന്നു? എന്താ ഇങ്ങോട്ട് വരാത്തെ? മോളെ മെഹനെ, അതിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം. ആദ്യം എനിക്ക് പറയാനുള്ളതൊന്ന് കേക്ക്. പറഞ്ഞോളൂ പണിക്കരങ്ങുന്നേ. വരുന്നൊരാഴ്ചക്കുള്ളിൽ മിഥുന് ചുറ്റും അതിഭീകരമായ ഒരു ആപത്ത് ആവരണം ചെയ്തിരിക്കുകയാണ്. ആർക്കും ഊഹിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു പ്രളയമാണ് അവനെ വിഴുങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നത്. എന്തൊക്കെ കഷ്ടതകൾ അനുഭവിച്ചാലും മിഥുനിൽ നിന്ന് മണ്ണുവിട നീ അകലരുത്. അവന്റെ കൂടെ തന്നെ നീ എപ്പോഴും ഉണ്ടാവണം. ആ അപകടം ഏത് രൂപത്തിലാ വരുന്നത് പണിക്കരങ്ങുന്നേ? പഞ്ചഭൂതത്തിൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും ആകാം. ഓരോ ക്ഷണവും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു മോളെ. ആയിക്കോട്ടെ പണിക്കരങ്ങുന്നേ. പണിക്കരങ്ങുന്ന് എവിടെയപ്പോ ഉള്ളത്? ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പണിക്കരങ്ങുന്ന് വന്നാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടൂ. എവിടെയാണെന്ന് എന്നോട് പറയൂ, ഞാൻ വന്ന് കണ്ടോളം പണിക്കരെ. ഞാൻ ഇപ്പോ മോളെ മേഘനെ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. നന്ദി മോനെ. ഹലോ വെറുതെ വിട്ടേക്ക്. ഹലോ ഹലോ പണിക്കരങ്ങുന്നാണോ? ഇപ്പൊ എവിടെയാ ഉള്ളത്? ഇവിടെ പണിക്കരുന്ന പേരിൽ ആരുമില്ലല്ലോ. കുറച്ചു മുന്നേ എന്നെ ഫോണിൽ നിന്ന് വിളിച്ച് സംസാരിച്ചിട്ടില്ലായിരുന്നോ? ഓ അയാളാ. അയാൾ ഓടി രക്ഷപ്പെട്ടപ്പോ പുറകെ വന്ന കുറെ റൗഡികൾ അയാളെ പിടിച്ചോണ്ട് പോകുന്നുണ്ടായിരുന്നു. പണിക്കരങ്ങുന്നിനെ പിടിച്ചു വരച്ചു കൊണ്ടുപോയെന്നോ? അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നിട്ടാവണം എന്റെ ഫോൺ എടുത്ത് നിങ്ങളെ വിളിച്ചത്. ശരിയെന്നാ. ആ ആയിക്കോട്ടെ. അപ്പൊ പണിക്കരങ്ങുന്നിനെ ഇത്രയും കാലം ആരോ തളച്ചിട്ടിരിക്കുകയായിരുന്നു. പണിക്കരങ്ങുന്ന് പുറത്തിറങ്ങുന്നത് ആർക്കും അപകടമാണെന്നർത്ഥം. അതാണ് അദ്ദേഹത്തെ ഒളിപ്പിച്ചിരിക്കുന്നത്. ആരായിരിക്കും അത് ചെയ്തത്? പണിക്കർ അദ്ദേഹം ഇങ്ങോട്ട് വന്നാലല്ലാതെ ഈ വീട്ടിലുണ്ടായിരിക്കുന്ന കുഴപ്പങ്ങൾക്കൊന്നും ഒരു ഉത്തരം കിട്ടാൻ പോകുന്നില്ല. പാവം മിഥുനേട്ടനോട് അടുക്കുന്ന അപകടത്തെക്കുറിച്ച് എന്നോട് പറയുന്നതിന് വേണ്ടിയാ അദ്ദേഹം അവിടുന്ന് ചാടിയത്. വരാനിരിക്കുന്ന അപകടത്തിൽ നിന്നും മിഥുനേട്ടനെ രക്ഷിക്കണം. അതിന് ഞാൻ എപ്പോഴും മിഥുനേട്ടന്റെ കൂടെ ഉണ്ടായേ തീരൂ. പക്ഷെ രക്ഷിക്കാനുള്ള മാർഗം എന്താണെന്ന് പോലും പണിക്കരങ്ങുന്നതിനോട് ചോദിക്കാൻ പറ്റില്ല. ഞാൻ എന്താ ചെയ്യാ? എടാ പന്ന കിളവാ, സുഖ ജീവിതമല്ലേ ഇവിടെ. എന്നിട്ട് നിനക്ക് അടക്കൂല്ലേ? നേരത്ത് വെട്ടി വിഴുങ്ങാനും കൊണ്ട് തരണ്ടല്ല. എന്നിട്ട് നീ ഇവിടുന്ന് മുങ്ങാൻ നോക്കിയല്ലേ? എന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്? എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജന ഉള്ളത്? ഒരു നയാ പൈസയുടെ ആസ്തി പോലും എനിക്കില്ലല്ലോ. എന്നിട്ട് ഈ വയസ്സാങ്കാലത്ത് എന്നെ എന്തിനിവിടെ കെട്ടിയിട്ടിരിക്കണ്? എടോ കിളവാ, വന്നപ്പോ തുടങ്ങി ചോദിക്കുന്ന ചോദ്യമല്ലേ, ഇതുവരെ അതിനൊരു ഉത്തരം കിട്ടിയിട്ടുണ്ടോ? വയസ്സനല്ലേന്ന് ഓർത്തിട്ടാ ഞങ്ങളൊന്നും ചെയ്യാത്തത്. ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയാ താൻ വിവരം അറിയും, കാല് തല്ലി പിടിക്കും. എടാ മാഡം ഫോൺ ചെയ്യുന്നത്, ആരും മിണ്ടാൻ നിൽക്കരുത്. ഹലോ മാഡം. ഹലോ, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ആ പണിക്കര് ചാടി പോവാൻ നോക്കിയിട്ടൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല മാഡം, അയാൾ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങളുടെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. ശരിയെന്നാ, ഒത്തിരി ദ്രോഹിക്കാനൊന്നും നിൽക്കണ്ട. ചിലപ്പോ കിളവൻ അങ്ങ് കാഞ്ഞു പോവും. അയാള് പുറത്തിറങ്ങാതെ നോക്കിയാൽ മാത്രം മതി. കേട്ടല്ലോ? ശരി മാഡം. ഓക്കെ, എന്നാ വെക്കട്ടെ. ഓ രക്ഷപ്പെട്ടു. ഇയാളെ കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല. ചാടിപ്പോയ സമയത്ത് വിളിച്ചിരുന്നെങ്കിൽ നമ്മുടെ കഥ കഴിഞ്ഞേനെ. ഡാ, ഇനി ഇയാള് പുറത്തിറങ്ങാതെ നോക്കണം.
മഞ്ജരി എന്തുപറ്റി? എന്താ നീ ഇത്ര ഗാഠമായി ആലോചിക്കുന്നത്? എന്റെ ജീവിതം എങ്ങോട്ടായി പോകുന്നേന്നറിയില്ല. എന്താ ഇതിനൊരു പ്രതിവിധി? ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ? പിന്നെ അല്ലാണ്ട് ഞാൻ എന്താ ആന്റി ചെയ്യണ്ടേ? നമ്മൾ ഈയിടെയായിട്ട് മേഘിനെ എങ്ങനെ പുകച്ച് പുറത്ത് ചാടിക്കാന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതിനിടയ്ക്ക് മിഥുന്റെ മനസ്സിലെ മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കിക്കേ. മിഥുന്റെ മാറ്റം അത്ര പെട്ടെന്നുണ്ടായതല്ല. കുറച്ചുകൂടി കഴിഞ്ഞാ എന്നെയും എന്റെ പ്രണയത്തെ പോലും മറന്ന് മേഘനയിലേക്ക് ലയിച്ച് അവിടെ ലോക്കായി പോകുന്ന എന്റെ പേടി. മഞ്ജരി, നീയാണോ ഈ സംസാരിക്കുന്നത്? എതിരെ എത്ര ശക്തിയുള്ളവനാണെങ്കിലും അവനെ മൂക്കുകൊണ്ട് ഇക്ഷ എണ്ണ വരപ്പിക്കാൻ മടിയില്ലാത്തവളാണ് നീ. എന്താ ഇപ്പൊ നിന്നിൽ ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റം? സാഹചര്യങ്ങളെല്ലാം മാറിയിരിക്കല്ലേ. ഞാൻ കൂടെ ഉണ്ടായിട്ടും മേഘനയെ ടർക്കിയിലേക്ക് കൊണ്ടുപോത്രേ. അരുണിമാന്റെ വാക്കുകൾക്ക് പോലും മിഥുനെ പിടിച്ചു നിർത്താനായില്ല. അതിന് കാരണം എന്താണെന്ന് എന്നോട് പറയുന്നില്ല. എല്ലാം എന്നോട് ഷെയർ ചെയ്യാറുണ്ടായിരുന്ന മിഥുൻ ഇപ്പൊ എന്നോട് ഒരു അക്ഷരം പോലും പറയുന്നില്ല. അതിനർത്ഥം മിഥുൻ ആകമാനം മാറിയെന്ന് തന്നെയല്ലേ? മേഘനയെ ഒന്നിച്ച് ടർക്കിയിൽ കറങ്ങുമ്പോ മിഥുൻ ഇനിയും കൂടുതൽ മാറാൻ സാധ്യതയില്ലേ? മഞ്ജരി, ഡോണ്ട് വറി. വാനം ഇരുണ്ടുകൂടിയതുകൊണ്ട് മാത്രം മഴ പെയ്യണമെന്നില്ലല്ലോ. അതുപോലെ പാസ്പോർട്ട് കിട്ടിയതുകൊണ്ട് ഫ്ലൈറ്റിൽ കയറണമെന്നുമില്ല. പാസ്പോർട്ടിന് മുമ്പ് ഒരു വെരിഫിക്കേഷൻ നടത്തുമല്ലോ. അതിനുവേണ്ടി പോലീസ് ഇവിടേക്ക് വരികയും ചെയ്യും. ആ കടമ്പ കടന്നാലേ പാസ്പോർട്ട് പോലും കിട്ടൂ. അങ്ങനെ ഒരു പാസ്പോർട്ട് കയ്യിൽ കിട്ടിയാലല്ലേ അവള് ഫ്ലൈറ്റിൽ കയറൂ. ബലൂണിൽ എത്ര കാറ്റ് ഊതി കയറ്റിയിട്ട് എന്ത് കാര്യം? ഒരു മുട്ടുസൂചിയുടെ തുള മതി, അത് പടേന്ന് പൊട്ടിത്തെറിച്ച് പോവാൻ. ഈ ടർക്കി യാത്ര എന്ന ബലൂണിന്റെ കാര്യത്തിലും മുട്ടുസൂചി കുത്താനുള്ള ഒരു അവസരം ഒരിക്കലെങ്കിലും നമുക്ക് കിട്ടാതിരിക്കോ? കിട്ടും മഞ്ജരി, നീ അതിനുവേണ്ടി കാത്തിരിക്ക. മഞ്ജരി, ഇത്രയും കാലം മേഘന അടുത്തുണ്ടെങ്കിൽ മിഥുന് രക്ഷയാണെന്ന് കരുതിയിരുന്നവര് ഇപ്പോ മേഘനയെ മിഥുന്റെ കാലനാണെന്ന രൂപത്തിലാ കാണുന്നത്. അതൊക്കെ ആരുടെ വിരുദ? ബുദ്ധിപരമായി ഭാർഗവ പണിക്കരെ ഒറ്റ മുറിയിൽ തളച്ചിട്ടത് ആരായിരുന്നു? നമ്മൾ തന്നെയല്ലേ? Cheer up, മഞ്ജരി. മേഘന ഇവിടുന്ന് ഫ്ലൈറ്റ് കയറില്ല. മിഥുനോടൊപ്പം പോവാൻ പോകുന്നത് നീയാണ്. ഈ സുവർണ അവസരം നീ മിസ് ചെയ്യാൻ പാടില്ല. ടർക്കിയിൽ നിന്നും തിരിച്ചു വരുമ്പോ മിഥുൻ പൂർണ്ണമായും നിന്റെ കയ്യിലായിരിക്കണം. നിന്നെ അല്ലാതെ മറ്റൊരു സ്ത്രീയെ കുറിച്ച് അവൻ ചിന്തിക്കാൻ പോലും പാടില്ല. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ ആന്റി. ദാറ്റ്സ് ഗുഡ്. കം ലെറ്റ്സ് ഗോ. മിഥുനേട്ടൻ ഈ നണുവിടെ അകലാൻ പാടില്ല. എന്തായാലും എന്തെങ്കിലും അപകടം ഉണ്ടാവുമെന്ന് ഉറപ്പാ. പണിക്കർ അദ്ദേഹത്തെ വിളിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന തന്നേനെ. അതുവഴി എനിക്ക് മിഥുനേട്ടനെ രക്ഷിക്കാനും കഴിയുമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പൊ ഏതവസ്ഥയിലാണെന്ന് ഒരു പിടിയുമില്ല. അയ്യോ, സോറി മേഘനെ, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ മിഥുനേട്ടാ ഇത്? ഏട്ടൻ എന്താ കൊച്ചുകുട്ടിയാണോ? സൂക്ഷിച്ച് നടക്കണ്ടായിരുന്നോ? മേഘനെ, വാട്ട് ഹാപ്പൻ? നീ എന്താ ഇങ്ങനെ? ഞാൻ എന്താ ഇങ്ങനെയെന്നുള്ളതൊക്കെ അവിടെ നിക്കട്ടെ. ഏട്ടന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചൂടെ? ഇത്രയ്ക്ക് അശ്രദ്ധ കാണിച്ചാൽ എങ്ങനെയാ? ഞാൻ ഈ കാണുന്നത് സത്യം തന്നെയാണോ? കുറച്ചു കാലമായിട്ട് മിഥുനോടൊരു അക്ഷരം കമാന്ന് മിണ്ടാത്തവളാ. ഇന്നിപ്പം അവൾ അവന് നേരെ കയർത്ത് കയറുമ്പോ അവനാണെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടാതെ നിൽക്കുന്നു. മേഘനെ, അതിനെനിക്കൊന്നും പറ്റിയില്ലല്ലോ. പിന്നെന്തിനാ നീ കിടന്ന് ചാടുന്നേ? ഈയിടെയായിട്ട് മിഥുനേട്ടന് അശ്രദ്ധ വല്ലാണ്ട് കൂടുന്നുണ്ട്. ഏത് നേരത്തെ എന്ത് അപകടം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ പോയ എങ്ങനെയേട്ടാ? എപ്പോഴെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ ആരും കൂടെ ഉണ്ടായിന്ന് വരില്ല.
ഫോണിൽ സംസാരിക്കാനാണെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നോ നിന്നോ സംസാരിച്ചൂടെ? നടന്നോണ്ട് തന്നെ സംസാരിക്കണോ? ആ സമയത്ത് മൈൻഡ് മറ്റെവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. നടക്കുമ്പോ മാത്രല്ലല്ലോ, കാർ ഓടിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? കാർ ഓടിക്കുമ്പോ ഫോണിൽ സംസാരിക്കുന്നത് എത്ര വലിയ അപകടമാന്ന് ഇനി ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ അറിയാൻ? എന്തൊരു കഷ്ടം നോക്കണേ. പോട്ടെ, നീ അത് വിട്. ഇനി മുതൽ ഞാനത് ശ്രദ്ധിച്ചാ പോരെ. നീ വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കുക. എന്ത് ചെയ്യണോ എങ്ങനെ ചെയ്യണോ എന്നൊക്കെ എനിക്കറിയാം. കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ ഞാൻ. നീ എന്തിനാ വെറുതെ ഇങ്ങനെ എന്നോട് ലെക്ചർ എടുക്കുന്നേ? അതുകൊണ്ടല്ല മിഥുനേട്ടാ, മിഥുനേട്ടന് തിരക്കുകൾ കാണും, സമയവും വിലപ്പെട്ടതായിരിക്കും. പക്ഷെ അപകടങ്ങൾ എവിടെ നിന്ന് എപ്പോ വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് സൂക്ഷിക്കണേന്ന് പറയുന്നത്. ഏതായാലും ഇപ്പൊ നീ പറഞ്ഞല്ലോ, ഇനി മുതൽ അങ്ങോട്ട് ഞാൻ ശ്രദ്ധിച്ചോളാം. ഞാനായിട്ട് ഇനി ഒരു തെറ്റും വരുത്തില്ല. അതുപോലെ എന്താ മിഥുന ഇവിടെ നടക്കുന്നേ? അവൾ എന്തൊക്കെയാ മിഥുന പറഞ്ഞിട്ട് പോയേ? എന്നിട്ട് നീ എന്താ അവളേത് മുത്തശ്ശി കഥ പറയും പോലെ തലയുമായിട്ട് കേട്ടുകൊണ്ട് നിൽക്കുന്നേ? എപ്പത്തൊട്ട് അവളുടെ താളത്തിനൊത്ത് തുള്ളാൻ തുടങ്ങി? അവൾ എനിക്ക് വല്ലതും പറ്റുമെന്നുള്ള പേടി കൊണ്ട് പറയുന്നല്ലേ. ഇനി നീ ഇത് ഊതി ഉറപ്പിക്കാൻ നിൽക്കണ്ട. അങ്ങനെയല്ല മിഥുൻ, നിന്റെ റേഞ്ച് എന്താണെന്ന് നീ മറക്കുന്നു. നിന്റെ മുമ്പിൽ നിന്ന് എന്തൊരു അഹങ്കാരത്തോടെ അവള് സംസാരിച്ചേ. അധികാരത്തിന്റെ സ്വരത്തിൽ നാവ് വളിച്ച് എന്തൊക്കെയാ പറഞ്ഞേ? അവക്കതിനുള്ള അധികാരമുണ്ടല്ലോ. ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും എപ്പോഴും അധികാരമുള്ളതാണ്. ആ അധികാരം കാണിക്കാൻ ആരുടെ അനുവാദവും അവർക്ക് വേണ്ട. അശ്രദ്ധ കാണിക്കുമ്പോ വാൺ ചെയ്യാനുള്ള സകല അവകാശവും അവക്കുണ്ട്. ഇതൊക്കെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്നിച്ചൊരു ദാമ്പത്യ ജീവിതം നടത്തുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമേ അത് മനസ്സിലാവൂ. മിഥുൻ മേഘനയുടെ ഭർത്താവാ. അതുകൊണ്ട് അവന്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അവളുടെയും കൂടി കടമയാണ്. അതുകൊണ്ടാണ് അവള് അവനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്. അതിനിപ്പം നിനക്കെന്താ? ഇവര് തമ്മിലുള്ള കാര്യങ്ങളിൽ നീ ഇടപെടാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. മിഥുൻ, മോനൊന്നും പറ്റില്ലല്ലോ അല്ലേ? ഒന്നുമില്ല ഡാഡി. ഓക്കെ. അതല്ല മിഥുൻ, പ്ലീസ്, ഇതൊരു കൊച്ചു കാര്യ. അതിനി വലിച്ചു നീട്ടണ്ട. വാട്ട് ഈസ് ദിസ് ആന്റി? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? പെട്ടെന്ന് എങ്ങനെയാ മേഘനയുടെ നാവത്രയും പൊങ്ങിയേ? അവൾ അത്രയൊക്കെ മിഥുനെ പറഞ്ഞിട്ടും പൂച്ചയെ പോലെ മിഥുനെല്ലാം കേട്ടോണ്ട് നിൽക്കായിരുന്നില്ലേ? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നാട്ടിൽ ചെന്ന് 4 പൂജ ചെയ്തപ്പോഴേക്കും ഈ വീട്ടിലെ മരുമകൾ എന്ന നിലയ്ക്ക് സർവാധികാരം അവക്ക് കിട്ടിയെന്നുള്ള വിചാരം. ആ തോന്നല്ല, തലയിൽ അവക്കിപ്പോ 2 കൊമ്പ് മുളച്ചിരിക്കുന്നെ. ആ പുതിയ കൊമ്പിനെ മുറിച്ചു കളഞ്ഞേ പറ്റൂ. മോളെ മേഘനെ, എന്താ മോളെ പറ്റിയേ? നീ എന്താ അവിടെ വെച്ച് അത്രയും ടെൻഷൻ ആയത്? നീ അത്രയേറെ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് തക്ക എന്തെങ്കിലും ഉണ്ടാവണം.
എന്താ മേഘനെ സംഭവിച്ചേ? കുറച്ചു മുൻപ് എന്നെ ഭാർഗവ പണിക്കര് ഫോൺ ചെയ്തിരുന്നു അച്ഛാ. എന്ത്? ഭാർഗവ പണിക്കൊരു ഫോൺ ചെയ്തെന്നോ? അതെ, ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ചകൾ മുഴുവൻ മിഥുനേട്ടന് അപകടങ്ങൾ നിറഞ്ഞതാണത്ര. ആ അപകടത്തിൽ നിന്ന് രക്ഷ നേടുന്നത് വളരെ അപകടമാണെന്നാണ് പണിക്കര് പറഞ്ഞത്. ഒരു കാരണവശാലും മിഥുനേട്ടന്റെ അടുത്ത് നകലെടുതെന്ന് എന്നോട് പറഞ്ഞിരുന്നു അദ്ദേഹം. അപ്പൊ തൊട്ട് എന്റെ ശരീരാസകലം തളർന്ന പോലെയായി. മിഥുന് ഇനി അപകടങ്ങൾ ഉണ്ടാകുമെന്നോ? അതെ, അങ്ങനെയാ പറഞ്ഞത്. അത് കേട്ടപ്പോ തൊട്ട് എന്റെ മനസ്സിലൊരു ആന്തലുണ്ടായതാ അച്ഛ. ആ അപകടങ്ങളിൽ നിന്നും ഏട്ടനെ എങ്ങനെ രക്ഷിക്കുന്ന എനിക്ക് ഒരു പിടിയുമില്ല. എന്നാ പിന്നെ ഈ കാര്യം മിഥുനോട് അപ്പ തന്നെ മോൾക്ക് പറയാൻ പാടില്ലായിരുന്നോ? പറഞ്ഞാൽ ആര് വിശ്വസിക്കൂ? എന്നോട് സംസാരിച്ച പണിക്കർ അദ്ദേഹം എന്തുകൊണ്ട് ഇവിടെയുള്ള ആരെയും വിളിച്ചില്ല എന്നും പറഞ്ഞ് ഇവിടെ എല്ലാവരും പുതിയൊരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യൂ അച്ഛാ. ഇതൊക്കെ ഞാനായിട്ട് ഉണ്ടാക്കിയ കള്ളത്തരാണെന്ന് പറഞ്ഞ് എന്നെ കുറ്റവാളിയാക്കും. നീ പറഞ്ഞതിലും കാര്യമുണ്ട് മോളെ. അതിരിക്കട്ടെ, ഭാർഗവ പണിക്കർ ഇപ്പൊ എവിടെയാണെന്ന് പറഞ്ഞോ? ഇത്രയും നാള് എവിടെയായിരുന്നു അദ്ദേഹം? അദ്ദേഹത്തെ ആരും മനഃപൂർവ്വം തടവിലാക്കിയിരിക്കുക അച്ഛാ. നീ എന്താ മോളെ ഈ പറയുന്നത്? യഥാർത്ഥത്തിൽ സംഭവിച്ചത് മോളെ മേഘനെ, ഞാനാ ഭാർഗവ പണിക്കരാ സംസാരിക്കുന്നേ. ഇത്രയും നാൾ എവിടെ പോയിരിക്കായിരുന്നു? എന്താ ഇങ്ങോട്ട് വരാത്തെ? മോളെ മേഘനെ, അതിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം. എവിടെയാണെന്ന് എന്നോട് പറയൂ, ഞാൻ വന്ന് കണ്ടോളം പണിക്കരെ. മോളെ, ഞാൻ ഇപ്പോ മോളെ മേഘനെ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. കുറച്ചു മുന്നേ എന്നെ ഫോണിൽ നിന്ന് വിളിച്ച് സംസാരിച്ചിട്ടില്ലായിരുന്നോ? ഓ, അയാളാ. അയാൾ ഓടി രക്ഷപ്പെട്ടപ്പോ പുറകെ വന്ന കുറെ റൗഡികൾ അയാളെ പിടിച്ചോണ്ട് പോകുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നിട്ടാവണം എന്റെ ഫോൺ എടുത്ത് നിങ്ങളെ വിളിച്ചത്. മൈ ഗോഡ്, അതുകൊണ്ടാണല്ലേ അദ്ദേഹത്തെ കാണാതായത്? ആരായിരിക്കും ഇതിന് പിന്നിൽ? ആ പാവം മനുഷ്യനെ തളച്ചിടാൻ ആർക്കാ ഇത്രയ്ക്ക് വലിയ അത്യാവശ്യം? ഒന്നും അറിയില്ല അച്ഛാ. അതിനൊന്നും എന്റെ കയ്യിൽ ഉത്തരവില്ല. അദ്ദേഹത്തോട് ഇത്രയും പകയുള്ളത് ആരാ ഉള്ളത്? ഇതൊക്കെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തോടുള്ള ശത്രുത തന്നെയാണോ? അതോ മിഥുനേട്ടനെയും ഈ കുടുംബത്തെയും ദ്രോഹിക്കാൻ വേണ്ടി മറ്റെന്തെങ്കിലും ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്നാണ് എന്റെ സംശയം. ഇതത്രയ്ക്ക് നിസ്സാര കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. ഭാർഗവ പണിക്കർക്ക് എന്താ പറ്റിയെന്ന് ആദ്യം കണ്ടെത്തണം. അദ്ദേഹം തിരിച്ചു വന്നാലേ ഈ കുടുംബത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകൂ. നീ എന്തായാലും ഏത് സന്ദർഭത്തിലും ഇതിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ മോളെ. ക്ഷണം നേരത്തേക്ക് പോലും അവനിൽ നിന്നും മാറി നിൽക്കരുത്. നിങ്ങൾ തമ്മിൽ അകലുന്നിടത്തോളം കാലം മിഥുന്റെ അപകട സാധ്യതയും കൂടും മോളെ. ഞാൻ നോക്കിക്കോളാം അച്ഛാ. അവന്റെ ജീവനും ഭാവിയും എല്ലാം നിന്നെ ആശ്രയിച്ചാണ് മോളെ. നീ എന്താ ഇവിടെ അടുക്കളയിലോട്ട് തിരിഞ്ഞു നോക്കാത്തവളാ? ഇത് പതിവില്ലാത്തതാണല്ലോ. എന്താ അടുക്കളയിലും ഡൈനിങ് ടേബിളിനും ചുറ്റി കറങ്ങി നടക്കുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് ഞാൻ മിഥുന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിഷ് തയ്യാറാക്കിയിട്ടുണ്ട്. എന്ത്? നീ പാചകം ചെയ്തെന്നോ? ആന്റി, ഞാനും ഒരു പെൺകുട്ടിയല്ലേ. അത്രയ്ക്കൊന്നും അറിയാത്ത പെണ്ണൊന്നുമല്ല ഞാനും. അതൊക്കെ ശരിയാ. പെട്ടെന്ന് എന്താ ഈ പാചകത്തിലേക്കൊരു ശ്രദ്ധ? മിഥുനെ എന്നിലേക്ക് ആകർഷിക്കാനും എന്നോടുള്ള ആ സ്നേഹം അവന്റെ ഉള്ളിൽ കൂടാനും ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള പൊടിക്കൈ വേണ്ടേ ആന്റി? എക്സാക്ട്ലി മഞ്ജരി. ഇന്നത്തെ നിന്റെ പാചകം മിഥുനെ ഇംപ്രസ് ചെയ്യും വിധമാണ്. വന്നിരിക്കും ആന്റി. താങ്ക് യു. മിഥുൻ, നിനക്കൊരു കാര്യം അറിയോടാ? ഇന്ന്
ഇന്ന് നിനക്ക് മാത്രമായി മഞ്ജരി അടുക്കളയിൽ കയറി ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. Is it മഞ്ജരി? യെസ് മിഥുൻ, നിനക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടുമെന്നുള്ളത് എനിക്ക് ഉറപ്പാ. മഞ്ചരിയെ വാചകം അടിക്കാൻ മാത്രമേ കൊള്ളൂന്നാ കരുതി. ഇങ്ങനെയുള്ള വിദ്യകളും അറിയാല്ലേ? വാട്ട് യു മീൻ അങ്കിൾ? ഐ മീൻ, ഇതുവരെ നീ അടുക്കളക്കറി ഞാൻ കണ്ടിട്ടില്ല. അതാ ചെറിയൊരു സംശയം. ജയദേവേട്ടാ, അവൾ എത്ര കഷ്ടപ്പെട്ടിട്ട് മിഥുന് വേണ്ടി ഒരു ഡിഷ് ഉണ്ടാക്കിയ. എന്തിനാ അവള് വെറുതെ കളിയാക്കുന്നേ? എന്ത്? മഞ്ജരി മിഥുനേട്ടന് വേണ്ടി മാത്രം കുക്ക് ചെയ്തെന്നോ? പതിവില്ലാത്ത ഈ പ്രവൃത്തിക്ക് പിന്നിൽ എന്തായിരിക്കും? വരുന്നൊരാഴ്ചക്കുള്ളിൽ മിഥുന് ചുറ്റും അതിഭീകരമായ ഒരു ആപത്ത് ആവരണം ചെയ്തിരിക്കുകയാണ്. ഈ ആഴ്ച മുഴുവനും മിഥുനേട്ടന് അപകടങ്ങൾ ഉണ്ടായിരിക്കുന്ന പണിക്കര് പറഞ്ഞത്. ഇപ്പൊ മഞ്ജരി ഉണ്ടാക്കിയത് കഴിച്ച് മിഥുനേട്ടന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും സംഭവിച്ചാലോ? മിഥുൻ, ഇത് മൊത്തം നീ തന്നെ കഴിക്കണം, ആർക്കും ഷെയർ ചെയ്യരുത്. മേഘനെ, എന്ത് തോന്നിയ ഇത്? മിഥുൻ കഴിക്കാൻ എടുത്തത് പിടിച്ചു പറിച്ച് നീ തിന്നുന്നോ? ഇത്രയുള്ള നിന്റെ മാനസ്. എന്തൊരു വൃത്തികെട്ട ഇടപാടായി കാണിക്കുന്നേ. ഇതിലിപ്പോ അത്ര വലിയ കാര്യം എന്തിരിക്കുന്നു ചെറിയമ്മേ? എനിക്കൊരു കൊതി തോന്നി, ഞാനത് കഴിച്ചു. അത്രയ്ക്ക് കൊതി തോന്നുന്നുണ്ടെങ്കിൽ അടുക്കളയിൽ ചെന്ന് വേറെ ഉണ്ടാക്കി തിന്നൂടെ? എന്തിന് ഇവിടെ വന്ന് പണ്ടാരടങ്ങുന്നു? അതൊക്കെ അവിടെ ഇരിക്കട്ടെ ചെറിയമ്മേ. മിഥുനേട്ടന് പടവലങ്ങി പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയില്ലേ? എന്ത്? അത് പടവലങ്ങ കറിയാണോ? അതെ അമ്മേ, പടവലങ്ങ കഴിച്ച അത് മിഥുനേട്ടന് പോയിസൺ ആവൂ എന്നുള്ളത് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ട് എങ്ങനെയാ മിഥുനേട്ടൻ അത് തന്നെ കുക്ക് ചെയ്ത് കൊടുത്തത്? മഞ്ജരി, മിഥുനോട് നിനക്ക് ഒടുക്കത്തെ സ്നേഹമാന്ന് പറഞ്ഞിട്ട് അവന് പടവലങ്ങ അലർജിയാണെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? അച്ഛമ്മേ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കാണിക്കുന്നത് മാത്രമല്ല മഞ്ജരി ഈ സ്നേഹമെന്ന് പറയുന്നത്. ശരിക്കുള്ള സ്നേഹം മനസ്സിലുണ്ടായിരിക്കണം. എനിക്കത് അറിയില്ലായിരുന്നു അങ്കിൾ. കൃത്യസമയത്ത് മേഘന വന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലായിരുന്നെങ്കിൽ ഇപ്പോ മിഥുനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരെ വന്നേനെ. ഇതിനൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യം എന്തിരിക്കുന്നു? മഞ്ജരി, മിഥുനെ കുറിച്ചുള്ള ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും അറിയാതെയാണോ ഇത്ര നാളും മിഥുനോടൊപ്പം കഴിഞ്ഞത്?
ഈ തെറ്റ് ഇന്ന് സംഭവിച്ചത് പോട്ടേന്ന് വെക്കുന്നു. മേലിൽ ഇത് ആവർത്തിച്ചു പോവരുത്. ശരി ആന്റി. മാറ്റ്. ഇതെല്ലാം ഇവിടെ നിന്ന് എടുത്ത് മാറ്റ്. ഈശ്വര, എനിക്കൊരു നല്ല ബുദ്ധി തോന്നിയത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ പണിക്കരി പറഞ്ഞ ആപത്ത് എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര.